വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, പ്രിയ കവിയത്രി ശ്രീകുമാരി, പ്രിയപ്പെട്ടവർ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. രണ്ട് കാര്യങ്ങൾ പ്രാഥമികമായിട്ട് അതിനുണ്ട്. ഒന്ന്, പ്രിയ സുഹൃത്തുക്കൾ ശരത്തിൻ്റെയും സ്മൃതിയുടെയും അമ്മ എഴുതിയ കവിതാ പുസ്തകത്തിൻ്റെ പ്രകാശനം. ശരത്തിനെ പരിചയപ്പെട്ട് കുറെ നാളുകൾ കഴിഞ്ഞ ശേഷമാണ് നല്ല പുസ്തകം വായിക്കുന്ന ഒരാളാണ് അമ്മ എന്ന് ഞാൻ അറിയുന്നത്. അധ്യാപകനായതുകൊണ്ടായിരിക്കും, സാഹിത്യം പഠിപ്പിക്കുന്ന ആളായതുകൊണ്ടായിരിക്കും, പുസ്തകം വായിക്കുന്നവരോട് ഏത് സമയത്ത് ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും നമുക്ക് പ്രത്യേക ഇഷ്ടമാണ്. വളരെ അടുത്ത സമയത്താണ് കവിത എഴുതുന്ന ഒരാളാണെന്ന് ഞാൻ അറിയുന്നു. ഒരു ദിവസം ഇങ്ങനെ പറയുകയും ഞങ്ങൾ ചില സുഹൃത്തുക്കൾ ഇരിക്കുന്ന സമയത്ത് ഒരു കവിത കൊണ്ടുവന്ന് ഞങ്ങളെ കാണിക്കുന്നു. അത് വായിച്ച് അന്ന് തന്നെ ആ സമയത്ത് തന്നെ ഞങ്ങൾ ശരത്തിനോട് പറയാണ്, ഇത് തീർച്ചയായിട്ടും അന്നാണ് പറയുന്നത്, പഠിക്കുന്ന കാലത്തെ കവിതകൾ എഴുതുന്ന ഒരാളാണ്, ചിലതൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ദീർഘകാലം ജോലിയുടെ തിരക്കുകൾ മൂലം പ്രസിദ്ധീകരിക്കാതെയൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് തന്നെ പറയുകയാണ്, ഇത് തീർച്ചയായിട്ടും നിങ്ങളൊരു മുൻകൈ എടുത്ത് വാരികകൾ മാസികകളിലേക്കൊക്കെ അയക്കണം. പക്ഷേ അത് പറഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ആ സന്തോഷത്തിലുള്ള കാരണം, അതായത് ഈ ഡിഗ്രി കൂട്ടായ്മ ചേർന്ന് അതൊരു പുസ്തകമായിട്ട് പ്രകാശിപ്പിക്കുവാൻ തീരുമാനം. രണ്ടാമത്തെ സന്തോഷത്തിന്റെ കാര്യം. അത് പറയാൻ കാര്യം എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഈ നിങ്ങളുടെ ഒരു പ്രീ ഡിഗ്രി കൂട്ടായ്മയ്ക്ക് 10-15 വർഷം ശേഷമാണ് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്നത്. ഡിഗ്രി PG എല്ലാം കഴിഞ്ഞ് ആ സുഹൃത്തുക്കളുമായിട്ട് ഇപ്പോഴത്തെ പ്രത്യേക വാട്സപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരുമായിട്ട് ബന്ധത്തിലാണെങ്കിലും എന്നെ സംബന്ധിച്ചും ആ എൻ്റെ പ്രീ ഡിഗ്രി ഗ്രൂപ്പാണ് വളരെ സജീവമായിട്ട്. ഒരുപക്ഷെ പ്രീ ഡിഗ്രിക്ക് ചേരുന്ന ഒരു പ്രായത്തിൻ്റെയും സ്കൂളിൽ നിന്ന് വന്ന് അല്ലേ, അന്ന് കോളേജുകളിലായിരുന്നതുകൊണ്ട് വരുന്ന ഒരു സന്ദർഭത്തിൻ്റെയൊക്കെ പ്രത്യേകതയായിരിക്കും ആ ബന്ധങ്ങളൊക്കെ വളരെ തീക്ഷ്ണവും കൂടുതൽ സജീവവുമായി നിൽക്കുന്നു. മറ്റ് കൂട്ടായ്മകളെ പോലെയല്ല, പലതരത്തിൽ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് എന്നെ സംബന്ധിച്ചും ഞാൻ പഠിച്ച കോളേജിലെ. എൻ്റെ രസം ഇന്നീ പരിപാടിക്ക് വരുന്നത് സംസാരിക്കുന്നത് എന്നൊക്കെ ഞാൻ ആ ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ ദൂരമായതുകൊണ്ട് മാത്രം അവർക്ക് വരാൻ പറ്റുന്നില്ല എന്നാണ് അവരും പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഉദ്യമം മുന്നോട്ട് കൊണ്ടുവരികയും അത് ഞാൻ മനസ്സിലാക്കിയത് സജീവമായി അതിനെക്കുറിച്ച് ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടക്കുകയും പിന്നെ അത് പുസ്തക രൂപത്തിലാക്കുക എന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് തന്നെ വളരെ കൃത്യമായ ഒരു കാര്യമാണുള്ള. ആശംസകളും നേരുന്നു. അതാണ് രണ്ടാം സന്തോഷത്തിന്റെ കാര്യം. കവിതയിലേക്ക് വരിക. കവിത എഴുതുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമുണ്ട്. കവിത ഒരുപാട് കവികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ കവിതകളൊക്കെ ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ. കവിത രൂപപ്പെടുന്നതും അത് പേപ്പറിലേക്കൊക്കെ എഴുതി എടുക്കുക എന്നൊക്കെ പറയുന്നത് എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഇൻസ്റ്റന്റിൽ നമുക്കൊരു ഒരു 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 കാര്യത്തെക്കുറിച്ച് എഴുതണം എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകുന്നു. അത് മനസ്സിൽ വന്ന് ഇങ്ങനെ കിടന്ന് സ്ഫുടം ചെയ്ത് ഒരുപാട് കാലം കിടന്ന് ഏതെങ്കിലും ഒരു സമയത്ത് അത് എഴുതണം പിന്നെ എന്ന് നമുക്ക് ഉൾക്കടമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകുന്ന ആ സമയത്ത് കൃത്യമായ പദങ്ങളും വാക്കുകളും എല്ലാം വെച്ച് അത് എഴുതുക എന്ന് പറയുന്നത് സോമർസെറ്റ് മോമിനെ കുറിച്ച് ഞാൻ ഓർത്തു വരും. വില്യം സോമർസെറ്റ് മോം ഒരുപാട് കഥകൾ, ചെറുകഥകൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. സോമർസെറ്റ് മോം അത് പ്രത്യേകം ഓർക്കാൻ കാര്യം, ഈ എഴുതുന്നത് ഏത് സന്ദർഭത്തിലും ഇങ്ങനെ എഴുതുക എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരുപാട് യാത്രകൾ ലോകം മൊത്തം കറങ്ങി നടന്നു.
ചെല്ലുന്നവിടെയെല്ലാം വളരെ വിദൂരമായ സ്ഥലങ്ങളിൽ, പിന്നെ ചൈന പോലെയുള്ള രാജ്യത്ത് 1900-കളിൽ വളരെ ഉൾപ്രദേശങ്ങളിലൊക്കെ പോയി അവിടെ പോലും ആൾക്കാരെ എല്ലാം കാണുകയും പരിചയപ്പെടുകയും അവരോട് സംസാരിക്കുകയും അവരുടെ കഥകൾ കേൾക്കുകയും ചെയ്യും. ഈ കഥകളെല്ലാം കേട്ടിട്ട് വന്ന് ആണ് അദ്ദേഹം കഥ എഴുതുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഒരു വട്ടം അദ്ദേഹത്തെ പരിചയപ്പെട്ട ഒരാൾ ചോദിക്കുകയാണ്, ഒരു സ്ത്രീയാണ്, എനിക്ക് നിങ്ങളോട് എന്തോ പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേടി ഈ പറയുന്ന കാര്യം ഇച്ചിരി സ്കാൻഡലസ് ആണ്, നിങ്ങളത് എൻ്റെ പേരും വെച്ച് കഥയാക്കി എഴുതി കഴിഞ്ഞാൽ നാട്ടുകാരല്ല, അപ്പൊ അതുകൊണ്ടൊരു ഭയമുണ്ട് കഥ അതുകൊണ്ട് പറയണമെന്ന്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ്, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കേൾക്കുന്നതല്ല, എല്ലാം കഥയാക്കാറുണ്ടോ, അങ്ങനെ കഥ എഴുതുമോ, ഞാൻ പറഞ്ഞാൽ അത് കഥയാകും. തോമസിന് അങ്ങനെയൊന്നുമല്ല, കഥകളെ ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുകയും കേൾക്കുന്നതൊക്കെ ചെയ്യും. പക്ഷേ ചില കാര്യങ്ങളുണ്ട്, ആൾക്കാരല്ല പ്രധാനം, ചില കാര്യങ്ങളുണ്ട്, അത് ചില സമയത്ത് നമ്മുടെ മനസ്സിനെ മറിച്ച് ഉത്കടമായിട്ട് ഇത് എഴുതണം എന്ന് ഒരു ആഗ്രഹത്തിലേക്ക് വരുമ്പോഴാണ് ഞാനത് എഴുതുന്നത്. അത് കഥ മാത്രമല്ല, എല്ലാ രചന, ഏത് തരത്തിലുള്ള രചനയാണെങ്കിലും അങ്ങനെയാണ്. കവിത എഴുതുക എന്ന് പറയും, ദീർഘകാലം കവിത എഴുതാതെ ഇരുന്നു എന്ന് പറയും. അപ്പൊ അത് മനസ്സിൽ കവിത ഇല്ലാത്തത് കൊണ്ടോ ആശയങ്ങൾ കിട്ടാത്തത് കൊണ്ടോ അല്ല, പക്ഷേ രണ്ടാമത്തെ ഒരു സ്റ്റേജ് നമുക്കത് ഇരുന്ന് അതിൻ്റെ ഒരു മൂഡും ടെമ്പറമെന്റും എല്ലാം ശരിയായി വരുമ്പോൾ അതിൽ നിന്ന് ആത്മാവിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരണം, ഒരു തടസ്സമില്ലാതെ അതിങ്ങനെ വരണം. അപ്പോൾ അത് എഴുതാൻ പറ്റും. ആ ഒരവസ്ഥയിലേക്കുള്ള കവിത എഴുതുക. അപ്പൊ എനിക്ക് പിന്നെ കവിയുടെ നേരത്തെ ഉള്ളൊരു